ഹലോ ഗൈസ്, ഉടൻ പണം എന്ന് പറയുന്ന ഒരു ഷോയിലെ ആങ്കർ ആയിട്ടുള്ള മീനാക്ഷി ഒരല്പം മേറിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ അവരെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവർ ചില ഫംഗ്ഷൻസിനും അതുപോലെ തന്നെ വല്ല ഷോസിലൊക്കെ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നുണ്ട്. അത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന ഡ്രസ്സുകളാണ് അവർ ധരിക്കുന്നത്. അതിനകത്ത് നമ്മളിരുന്ന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവരെയും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരാളുടെ നടത്തോ അല്ലെങ്കിൽ അയാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ മേലുള്ള നമ്മുടെ ഒരു കടന്നുകയറ്റമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ മീനാക്ഷി ധരിക്കുന്നത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം തോന്നുന്ന ഡ്രസ്സുകളാണ്. ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക, അവർക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരെ ഇടാൻ പാടില്ല, ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴേക്കും ഈ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എത്രമാത്രം ഇതിനെ നമുക്ക് അഫക്ട് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം അഫക്ട് ചെയ്യും എന്നുള്ളത്. അതുകൊണ്ട് 2024 ജീവിക്കുകയാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഏത് ഡ്രസ്സ് ഇടാനും എല്ലാവർക്കും അവകാശമുണ്ട്. അത് എങ്ങനെ കാണണം, നെഗറ്റീവായിട്ട് കാണണോ പോസിറ്റീവായിട്ട് കാണണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിയാണ്. മനസ്സിലായില്ലേ? അത് നെഗറ്റീവായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ തോന്നും. അത് ഒരു കൂട്ടം പഴഞ്ചൻ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്ത് കാര്യങ്ങൾ എടുത്താലും നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ആൾക്കാരുണ്ട്. ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ എന്ത് കണ്ടാലും മഞ്ഞ മാത്രമേ തോന്നുന്നു എന്നുള്ളത് പഴയ ആൾക്കാർ പറയും. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ പറയുക, എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്താലും നെഗറ്റീവായിട്ട് തോന്നത്തുള്ളൂ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീനാക്ഷി ഒരു റീസെന്റ് ആയിട്ട് ഒരു ഫിലിമിന്റെ പ്രൊമോഷന് പോയ സമയത്ത് അതിലെ ഒരു ആങ്കർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഡ്രസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു ക്വസ്റ്റ്യന് മീനാക്ഷി നൽകിയ മറുപടി എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മീനാക്ഷി ഇപ്പം ബേസിക്കലി മീനാക്ഷിയെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ നോക്കാൻ നേരത്ത് പലപ്പോഴും പല കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ടല്ലോ. ഇപ്പൊ അതിൻ്റെ അകത്ത് ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ള കമന്റ്സ് കാര്യങ്ങൾ. അപ്പം അതൊക്കെ ബേസിക്കലി എന്ന പല രീതിയിലും കാണുന്നുണ്ടാകാം. പക്ഷെ എങ്കിലും മനസ്സിൽ എന്താണ് ഇതൊക്കെ കാണാൻ നേരത്ത് തോന്നാറ്? എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഞാൻ എന്ത് പറയാനാ, ഞാൻ എല്ലാവരോടും ഇത് തന്നെ പറയാം. എന്നോട് എല്ലാ ഇന്റർവ്യൂവിലും നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ സംഗീതം പറഞ്ഞു ഇതെല്ലാ ഇന്റർവ്യൂവിലും ചോദിക്കില്ല. അതെ, ഓൺലൈൻ മീഡിയ തുടങ്ങിയ കാലം മുതൽ ഉണ്ട് ഈ സംഭവം. ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പം ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർ സ്റ്റാർസിനെ വരെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അത് എന്ത് സംഭവങ്ങൾക്കാണെങ്കിലും ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പിന്നെ ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ എന്നെ ആരും ഒന്നും പറയരുത് എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആളുകൾ പറയും. ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ലത് പറഞ്ഞാൽ അതിലും നമ്മൾ മറ്റേ ഓവറായിട്ട് എക്സൈറ്റഡ് ആവോ ഇൻഫ്ലുവൻസ്ഡ് ആവേണ്ട കാര്യമില്ല. മോശം പറഞ്ഞാലും അതിനകത്ത് ഓവറായിട്ട് എക്സൈറ്റഡ് ആവും ഇൻഫ്ലുവൻസ് ആവേണ്ട കാര്യമില്ല. ഐ മീൻ എക്സൈറ്റഡ് ആവല്ല, നമ്മൾ ഡൗൺ ആവേണ്ട കാര്യമില്ല. ബിക്കോസ് ഇതെപ്പോ വേണമെങ്കിലും മാറാം. ഇന്ന് നല്ലത് പറഞ്ഞാൽ നാളെ മോശം പറയാം, മോശം പറഞ്ഞാൽ നാളെ നല്ല പറയാം. എപ്പോഴും ഈ രണ്ട് സൈഡ് ഉണ്ടാവും എന്നുള്ളത് വളരെ ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് ഇത് എന്റെ കാര്യം നിങ്ങൾ ഇതിന് കുറ്റം പറയുന്ന അതിന് കാര്യമില്ല. പിന്നെ എനിക്കൊന്ന് തോന്നിയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്റെ മാത്രം ഇതായിരിക്കും. ഇപ്പൊ ഓൺലൈൻ മീഡിയ ആണെങ്കിലും അവർക്ക് നെഗറ്റീവ്സ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമാണ്. ബിക്കോസ് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവിനെയാണ്. എത്ര മോശമായിട്ട് പുറത്തേക്ക് കാണിക്കുന്നോ അത്രയും മോശമായിട്ട്. ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ടെന്നല്ല ദാറ്റ് ഹാപ്പൻഡ്. നമ്മൾ ഇനിയിപ്പോൾ ദറ്റ് സോ കോൾഡ് ഏറ്റവും മാന്യതയുള്ള ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങിയാലും ഒരു റോങ് ആംഗിൾ ഷൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ അൺകംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ചുരിദാർ ഇട്ടിട്ട് നമ്മൾ ഷോൾ മൂടിയിട്ടില്ല, വൺ സൈഡാണ് ഇട്ടതെങ്കിലും നമ്മൾ ഷോൾ ഇടാത്ത സൈഡിൽ കൂടെ അൺകംഫർട്ടബിൾ ആംഗിളിൽ കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ കാണുന്നതിനേക്കാളും വൃത്തികേടായിരിക്കും. ചിലപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കയറുമ്പോൾ നമ്മളെ കാണുമ്പോൾ അത്രയും വൃത്തികേട് ഉണ്ടാവില്ല. ഒരു റോങ് ആംഗിൾ നിന്ന് മുകളിൽ നിന്ന് താഴെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് ഡിഫറെന്റ്. പിന്നെ എനിക്ക് തോന്നുന്നു അത് കാണാൻ ആളുകൾ കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ജെനുവിൻലി കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സാരി ഉടുത്ത ഇതോ അല്ലെങ്കിൽ ഈ സോ കോൾഡ് മറ്റേ മര്യാദയ്ക്കുള്ള ഡ്രസ്സ് ഇട്ട് ഒരു ഫോട്ടോയും പുറത്തു പോകത്തില്ല, ഒരു ഫോട്ടോയും വൈറലും അല്ല. പക്ഷേ ഞാനൊരു സ്ലീവ്ലെസ് ഇടുകയോ കഴുത്തിറങ്ങുന്ന ഡ്രസ്സ് ഇടുകയോ അല്ലെങ്കിൽ ഷോർട്ട് ഡ്രസ്സ് ഇടുകയോ, ഞാൻ ഇടാത്ത ആളുമല്ല, ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് കൂടുതൽ എത്തുന്നത് എനിക്ക് തോന്നുന്നു നെഗറ്റിവിറ്റി ആളുകൾ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണെന്ന്. രണ്ട് ഭാഗങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ന്യൂട്രലാണ് പോകുന്നത്. രണ്ടും പറയുന്നവർ പറഞ്ഞോട്ടെ, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ പോസിറ്റീവ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ ഒരു ഇന്റർവ്യൂവിൽ മീനാക്ഷി പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഈ കുട്ടിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഈ പബ്ലിക്കായിട്ട് എന്താ പറയുക, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. കാരണം ഈ ഒരു കുട്ടി പറയുന്ന കാര്യം തന്നെ സത്യത്തിൽ ഒരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി പറയുന്നുണ്ട്, ഡ്രസ്സിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് സാരി ഉടുക്കുമ്പോഴോ അല്ലെങ്കിൽ ചുരിദാർ ഉടുക്കുമ്പോഴോ ഇത്ര തരത്തിൽ വൈറലാവത്തില്ല. പക്ഷേ നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ, അതായത് എക്സ്പോസ് ചെയ്തിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർ അത് എടുത്ത് ഏറ്റുപിടിക്കുന്നത്, കുറച്ചുകൂടെ വൈറലാകുന്നത്. കാരണം ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് നെഗറ്റീവാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു കുട്ടി അറിയാതെങ്കിലും ഈ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിക്ക് എന്താ പറയുക,
വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു. പിന്നെ ക്യാമറ ആംഗിളിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ എന്താ പറയുക, കൂടുതലും വൈറൽ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം പെട്ടെന്ന് വൈറലാവും. ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ജസ്റ്റ് ഒരു തമ്പനയിൽ കണ്ടിട്ടാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറിയത്. അപ്പൊ അതിനകത്ത് എന്താണ് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക ഏറ്റുപിടിക്കും എന്നുള്ള കാര്യം ഈ കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു കാര്യത്തിൽ ഒരു കുട്ടി എന്താ പറയുക തെളിവായിട്ടുണ്ട്. ഈ കാലം മാറുന്നത് പോലെ കോലം മാറണം എന്ന് പറയുന്നില്ലേ, ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. ഈ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാര് അവർക്ക് പേഴ്സണൽ സ്പേസിൽ, മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിലൊന്നും കയറി ഇങ്ങനെയുള്ള ഒരു കമന്റ് ഇടാനോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു അവകാശം ആരും കൊടുത്തിട്ടില്ല. അത് ആർക്കും ഇല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയത്ത് ആദ്യം മാറ്റേണ്ടത് ഡ്രസ്സിങ്ങിനല്ല, ജനങ്ങളുടെ മനോഭാവത്തെയാണ്. കാരണം ഫോറിൻ കൺട്രീസിലൊക്കെ പോയവർക്ക് മനസ്സിലാവും അവിടെയുള്ള ആൾക്കാരുടെ ഡ്രസ്സിങ് ശൈലി എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ടുള്ളത്. പിന്നെ എന്ത് പറഞ്ഞാലും ഒളിഞ്ഞിരുന്ന് സീനും കണ്ടിട്ട് കുറ്റവും പറയണമെന്നാണെന്ന് നിങ്ങളുടെ വിചാരമെങ്കിൽ കണ്ടോളൂ. എനിക്കൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും